പിന്നെ എങ്ങനെയുണ്ട് നാദക്കാട പടം? വൺസ് അപ്പോൺ ടൈം കൊച്ചി അല്ലേ ചേട്ടാ? വൺസ് അപ്പോൺ ടൈം കൊച്ചി മികച്ച സിനിമയാണ്. ഇത് ആകാംക്ഷയോടെ കാത്തിരിക്കാറുണ്ട്. ഫാന്റസി ആണ്, എൻഗേജിംഗ് ആണ്, കോമഡി ആണ്, ഫീൽ ഗുഡ് ആണ്, ഇമോഷണൽസ് ആണ്, എല്ലാം കൊണ്ട് തന്നെ ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആണ്. അമ്മാർക്കപ്പുറം തോണി കട്ടപ്പന ഋത്തിക് റോഷൻ, മേരനാം ഷാജി, കേശുവിന്റെ നന്ദൻ എന്ന സിനിമയ്ക്ക് ശേഷം മികച്ചായിട്ട് നാദൃശ്യയുടെ സിനിമ പടത്തിലുണ്ടല്ലോ, അതുകൊണ്ട് പടത്തിലുണ്ടായിരുന്നു. അത് കാണിച്ചു, കറക്റ്റായിട്ട് കാണിച്ചു. ഫൈറ്റ് ചെയ്യുന്ന കുറെ കട്ട് ചെയ്ത് പോയി എങ്കിലും നല്ലൊരു മാസ് സീക്വൻസ് ആണ് കാണിച്ചത്. എന്റെ ഒരു പ്രസൻസ് ഉണ്ട് സിനിമയില്. അപ്പൊ മുബിൻ റാഫിയുടെ ആദ്യത്തെ നായകവേഷമാണ് നമ്മുടെ റാഫിക്ക. മികച്ചായിട്ട് തന്നെ മുബിൻ റാഫി സാറിന്റെ മകൻ മുബിൻ റാഫി മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. മുബിൻ റാഫിയുടെ ആദ്യത്തെ ചുവടുവെപ്പാണ് വൺസ് അപ്പോൺ ടൈം കൊച്ചി സിനിമ. പടത്തിൽ അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസ് രാത്രിയാണ് അഭിനയിച്ച സീക്വൻസ് ഒക്കെ നാദൃശ്യക്കാരനെ ഡയറക്ട് ചെയ്തത്. അപ്പൊ മികച്ച ഡയറക്ഷനാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നാദിക്ക് നല്ല രീതിയാണ് നമ്മളോട് അടുത്ത് പെരുമാറിയത്. നല്ലൊരു പിന്നെ നമ്മുടെ അർജുൻ സാറായിട്ടൊക്കെ കൂട്ടുകൂടി. അർജുൻ സാർ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസറായിട്ട് മികച്ചൊരു ആനന്ദ് എന്ന കഥാപാത്രം മികച്ചായിട്ട് ചെയ്തു. പിന്നെ നാദൃശ്യക്കാരുടെ അനിയൻ സമ്മദ് മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ജോണി സാർ എങ്ങനെയുണ്ട്? ജോണി ആന്റണി സാർ മികച്ചായിട്ട് ഒരു അച്ഛക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്മിനു സിജോ മികച്ചായിട്ട് അമ്മവേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ദേവിക സഞ്ജയ് പിറന്നാളെ കേക്ക് മുറിച്ച ചേച്ചിയാണ് നമ്മുടെ സ്മിനു ചേച്ചി മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദേവിക സഞ്ജയ് എന്ന നടി മികച്ചായിട്ട് നമ്മുടെ മുബിൻ റാഫി കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ജാഫ്രിക്ക മികച്ചായിട്ട് തന്നെ ക്യാരക്ടർ റോള് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തുടക്കത്തിൽ ജാഫ്രിക്കയാണ്. പിന്നെ നമ്മുടെ കലന്തൂർ ചേട്ടൻ മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ പടത്തില് ഇത്രയും വിവാദങ്ങൾ ഉണ്ടായിട്ടും പടത്തിൽ കാണിച്ചല്ലോ, അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്. കിട്ടട്ടെ ഓടട്ടെ. കാരണം നാദിക്കേണ്ട ഒരു മെഗാ മാസ് സിനിമയാണ്. നമ്മുടെ സുധീർക്കൊക്കെ ഉണ്ട്, ഡ്രാക്കുള സുധീർ ഒക്കെ നമ്മുടെ ബയ്യ ബയ്യക്ക് ശേഷം മികച്ചായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. അവിടെ തന്നെ നമ്മുടെ ബാഡ് ബോയ്സ് വരുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. നമ്മുടെ ഒരു നായക നടനായിട്ട് തന്നെയാണ് അഭിനയിക്കുന്നത്. പിന്നെ വീണ എന്ന് പറഞ്ഞ ഇന്റർവ്യൂറും അഭിനയിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കലാഭവൻ അനീഫിക്ക് അഭിനയിക്കുന്നുണ്ട്. അവസാനമായിട്ട് അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ കലാഭവൻ അനീഫിക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഈ സിനിമ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ്. നാദൃശ്യക്കാരന്റെ പടം മസ്റ്റ് വാച്ചായിട്ട് തിയേറ്ററിൽ പോയി കാണേണ്ട എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. നല്ല മൂവിയാണ്. ഇഷ്ടപ്പെട്ടു. സപ്പോർട്ട് ചെയ്യുക. ചെറിയ വേഷമാണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. ചെറിയ വേഷം പ്രസൻസ് ഉണ്ട്. ചെറിയ വേഷങ്ങളുടെ വലിയ വേഷങ്ങൾ പ്രസൻസ് ഉണ്ട്, കാണിച്ചു. വലിയ സന്തോഷം. താങ്ക് യു. എന്നാലും എല്ലാവരും വന്ന് കാണുക. നമ്മളെ കലാകാരെ സപ്പോർട്ട് ചെയ്യുക. മുബിൻ റാഫിനെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അമറപ്പുറം ശേഷം ഒരു തിരിച്ചുവരവാണ് താമസിക്കേണ്ടത്. ഓക്കെ.